മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ സർക്കാർ ഇടപെടൽ. പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. പ്രത്യേക യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. മഹാരാജാസിലെ പ്രശ്നം കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് ഡയറക്ടർ ഓഫ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നാണ് മഹാരാജാസ് കോളേജ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ വിഷയങ്ങളെ കാണുന്നത്. പ്രിൻസിപ്പല് അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പുതുതായി വരുന്ന സംവിധാനം കൂടുതൽ ജാഗരൂകമായിട്ട് ഇടപെടട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അവിടെ യോഗം വിളിച്ചു ചേർക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വിവരങ്ങളുമായി അല്ലമീൻ ചേരുന്നു. അല്ലമീൻ, സർവകക്ഷി യോഗം നടക്കാനിരിക്കുകയാണ്. സർക്കാർ ഇതിൽ ഗൗരവമായി തന്നെ ഇടപെടുന്നുണ്ട്. മഹാരാജാസ് കോളേജിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, മഹാരാജാസിലെ പ്രശ്നങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. എന്ന് മാത്രമല്ല, ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷം പിന്നീട് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരു യോഗം ചേർന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂട്ടത്തിൽ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, പഴയ പ്രിൻസിപ്പൽ മാറിയിട്ടുണ്ട്. പുതുതായി വരുന്ന പ്രിൻസിപ്പൽ കുറച്ചുകൂടി ജാഗ്രതയോടെ കാര്യങ്ങൾ നോക്കിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നതായി കൂടി പറയുന്നു. അതായത് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത്, നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് വിഷയങ്ങളിൽ ചില വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് പരോക്ഷ വിമർശനം കൂടിയാണ് മന്ത്രിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നാലും പ്രശ്നപരിഹാരത്തിന് സർക്കാർ ഇടപെടൽ നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മന്ത്രിയുടെ സാന്നിധ്യത്തിലുള്ള യോഗം എന്നാണ് എന്ന് ആർ ബിന്ദു വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് ചേരുന്ന യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു യോഗം കൂടി ചേർന്ന കാര്യങ്ങൾ വിലയിരുത്തും. തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ അത് അംഗീകരിക്കാനാകില്ല എന്നൊരു നിലപാട് തന്നെയാണ് സർക്കാരിനുള്ളത്. മഹാരാജാസ് കോളേജ് സംസ്ഥാനത്തിന് ഒരു അഭിമാന സ്തംഭമാണ്. അതുകൊണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ സർക്കാർ ഗൗരവത്തോടെ കാണുന്നു. പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അതുണ്ടാകുമെന്നുള്ള ഉറപ്പാണ് മന്ത്രി നൽകിയിരിക്കുന്നത്. ഇനി മന്ത്രിതലത്തിൽ ഒരു യോഗം നടക്കുമ്പോൾ എന്തെങ്കിലും നിർദ്ദേശം സർക്കാരിന്റേതായ ഭാഗത്ത് മുന്നോട്ട് വെക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മാത്രമല്ല, കോളേജ് PTA ഉൾപ്പെടെയുള്ളവർ കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ കോളേജിന് വേണമെന്നൊരു ആവശ്യം സർക്കാരിനോട് ഉന്നയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലടക്കം അനുകൂലമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നിരുന്നാലും നേരത്തെ ഉണ്ടായ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി വരുന്ന പ്രിൻസിപ്പൽ കുറച്ചുകൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കും എന്ന ഒരു പരോക്ഷ വിമർശനം കൂടി അക്കാര്യത്തിൽ മന്ത്രി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലമീനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാജാസ് കോളേജ് വളരെ പ്രസ്റ്റീജിയസ് ആയ ഒരു സ്ഥാപനമാണ്. അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരാൻ അനുവദിക്കില്ല എന്നതാണ് സർക്കാരിന്റെ നിലപാട്. സർവകക്ഷി യോഗം നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ ഗൗരവമായി വിഷയത്തിൽ ഇടപെട്ടു തുടങ്ങുന്നത് എന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്നും.